കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ച് പരിശോധിച്ച് നോക്കിയാൽ കുറേ കാലമായി കേരളത്തോട് അത് ബഡ്ജറ്റിനകത്തായാലും അതുപോലെ തന്നെ പ്രളയം പോലുള്ള അതിദാരുണമായ സംഭവങ്ങൾ നടന്നാലും കേരളത്തിനോട് പൂർണ്ണമായും അവഗണനയാണ് കാണിക്കുന്നത് എന്നത് മലയാളികളായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ധാരണയുള്ള ഒരു കാര്യം തന്നെയാണ്. അതിന് പ്രത്യേകമായി നമ്മളെപ്പോലെയുള്ള ഒരു സാധാരണ മനുഷ്യൻ കാണുന്നത് കേരളം ഭരിക്കുന്നത് ഒരു ഇടതുപക്ഷം സംവിധാനത്തിലുള്ള ഭരണമാണ് എന്നുള്ളത് കൊണ്ടാവാം. അത് മാത്രമല്ല, ഇതൊന്നും ഇല്ലാതെ തന്നെ ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് കേരളം ഇന്ന് ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് മാതൃകയാകുന്ന രീതിയിലേക്ക് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാ മേഖലകളിലും എന്നുള്ളതാണ് നമ്മളെല്ലാം അനുഭവം. അപ്പോൾ അത് രാഷ്ട്രീയമായ വിരോധം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അന്ധമായ രാഷ്ട്രീയ ബോധം വെച്ചുകൊണ്ട് ഒരു ഫെഡറൽ ഭരണ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യത്തിനകത്ത് ഒരു സംസ്ഥാനത്തിനോട് ഇങ്ങനെയുള്ള ഒരു പകപോക്കൽ നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. എന്നാൽ അതിനെതിരായി കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ എംപിമാർ, പ്രതിപക്ഷ എംപിമാർ എന്നുള്ള രീതിയിൽ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ 19 എംപിമാർ UDFന്റെ ഭാഗമായിട്ടുള്ള കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ഇന്ന് പാർലമെന്റിനകത്തുണ്ട്. അവരും കേരളത്തിന് വേണ്ടി ഒന്നും സംസാരിക്കുന്നില്ല എന്നുള്ളത് ഏറെ പരിതാപകരമായ ഒരവസ്ഥയാണ്. മലയാളികളെ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു നിലയാണ് ഇവിടുത്തെ ജനങ്ങളെ വോട്ട് വാങ്ങി കേന്ദ്രത്തിലേക്ക് എത്തിയിട്ടുള്ള ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് കൂടി ഉണ്ടാകുന്നത് എന്നുള്ളത് തീർച്ചയായും നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്ന കാര്യത്തിൽ നമുക്ക് അത്രത്തോളം എത്താൻ വേണ്ടി കഴിയുന്നില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്കറിയാലോ, നേരത്തെ എല്ലാം തന്നെ കേരളത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത ഒരു അനുഭവമാണ്. മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും അടക്കം പാർലമെന്റിൽ പോയി കേരളത്തിൻ്റെ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി സമരം സംഘടിപ്പിച്ച ഒരു അനുഭവം ഈ 1947 ശേഷം ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതുപോലും നടത്തേണ്ടി വന്നു. സുപ്രീം കോടതിയിലടക്കം പോയിട്ടാണ് നികുതി വിഹിതം പോലും അർഹമായത് കേരളത്തിന് അനുവദിച്ചു തരുന്ന നിലപാട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്ന സമയത്തെങ്കിലും കേരളത്തിന് അനുകൂലമായ ചില വാഗ്ദാനങ്ങളെങ്കിലും ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നാണ് കേരളത്തിലെ ജനങ്ങളാകെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അതെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് ഒരു നിലപാടും കേരളത്തിൻ്റെ വികസനത്തെ, പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെയുള്ള ഉന്നത നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഗതാഗത മേഖലയിൽ റെയിൽ മേഖലയിലുള്ള ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ തരുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തിന് അർഹമായ അവകാശപ്പെട്ട നികുതി വിഹിതം പോലും തരാതെ കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിലെ ഒരു വോട്ടർ, കേരളത്തിലെ ഒരു പൗര എന്നുള്ള രീതിയിൽ എനിക്കും അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന അനവധി ആളുകൾക്കും അതിൽ ശക്തമായ പ്രതിഷേധവും കൂടി ഉണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ.